സൈഫിലേക്ക് വീണ്ടും പോകുന്നു. സൈഫ്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് നേരിടാൻ പോകുന്ന വിമർശനം പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചായിരിക്കും, ഈഴവ മുസ്ലിം പ്രാതിനിധ്യം സംബന്ധിച്ച്. ഇപ്പോഴത്തെ ഈ നാമനിർദ്ദേശം കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രാതിനിധ്യവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അങ്ങനെ പ്രാതിനിധ്യം നൽകാതെ കോൺഗ്രസിന്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമോ ഈ നിലവിലെ സാഹചര്യത്തിൽ എന്ന് സംശയമുണ്ട് അജിംസ്. കാരണം എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യം അവർക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൾക്കാർ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് പെടുന്ന ആൾക്കാരാണ്. ആ സമുദായത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഭൂരിപക്ഷ സമുദായമായ ഈഴവ സമുദായത്തിൽ നിന്ന് ആൾക്കാരെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. മുസ്ലിം പ്രാതിനിധ്യം എന്തായാലും വേണം. കാരണം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രാതിനിധ്യം എന്തായാലും അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇപ്പോൾ ലീഗിന് മന്ത്രിമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാതിനിധ്യത്തെ കോൺഗ്രസിന് തള്ളിക്കളയാൻ കഴിയില്ല. കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ആരുണ്ട് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പരിഗണിക്കേണ്ടി വരും. അവിടെയാണ് ചില കണക്കുകൂട്ടലുകൾ കോൺഗ്രസ് നടത്തുന്നത്. ഇപ്പോൾ സ്ത്രീ എന്തായാലും ഒരു മന്ത്രിസഭയിൽ എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു സ്ത്രീ വേണം. ഒരു വനിത വരുമ്പോൾ അതിനകത്ത് തന്നെ മുസ്ലിം പ്രാതിനിധ്യം കൂടി ആയാൽ ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടില്ലേ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഷാനിമോൾ ഉസ്മാന്റെ പേരാണ്. ഷാനിമോളുടെ പേര് ഈ പറയുന്ന 3 നേതാക്കളുടെ ലിസ്റ്റിലുണ്ടോ സൈഫ്? വി ഡി സതീശനുമായി അടുത്ത് നിൽക്കുന്നുണ്ട്. വി ഡി സതീശ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷാനിമോൾ ഉസ്മാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവർ ഉണ്ട്. അല്ലെങ്കിൽ ടി സിദ്ദീഖ് ഇപ്പോൾ ആരുടെ കൂട്ടത്തിലാണെന്ന് നമുക്കറിയാം. ടി സിദ്ദീഖിനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ KC അത് പറഞ്ഞിട്ട് വേണം പരിഗണിക്കാൻ. അങ്ങനെ ഒരു പരിഗണന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യ നിലയിൽ അതിനെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി. പക്ഷെ അവിടെയും സ്ത്രീ എന്ന് വരുമ്പോൾ ഈ ഷാനിമോൾ ഉസ്മാൻ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന പരിഗണന നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന എന്ന പരിഗണനയൊക്കെ നൽകിക്കൊണ്ട് കൊല്ലത്ത് നിന്ന് ജയിച്ച ബിന്ദു കൃഷ്ണയെ പരിഗണിക്കണം. ബിന്ദു കൃഷ്ണയെ പരിഗണിക്കുമ്പോഴും കോൺഗ്രസിന് അങ്ങനെ ഒരു ആലോചനയുണ്ട്. കാരണം ഒരു ഈഴവ പ്രാതിനിധ്യവും അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന അത് രണ്ടും കൂടെ ഒന്നിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഒരു ഈഴവ പ്രാതിനിധ്യം വരുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൽ ചുരുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാർ മുരളീധരൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളി, PC വിഷ്ണുനാഥ് അടക്കമുള്ളവരുടെ സമുദായം പരിഗണിക്കുമ്പോൾ ഈഴവ പ്രാതിനിധ്യം ഒന്നു പോരാ. അതിൽ ഒരു പരിഗണന കൂടി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നാടാർ പരിഗണന വേണം എന്ന ആവശ്യം ഉയർന്നുന്നുണ്ട്. കാരണം ഈ തിരുവനന്തപുരത്തെ നാടാർ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് അവർക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശക്തൻ ജയിച്ചത് അടക്കം അതിനെ അങ്ങനെ വേണം കാണാൻ. കാട്ടാക്കട മണ്ഡലത്തിലെ ബൈജുവിന്റെ ജയവും അവിടുത്തെ വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്യപ്പെട്ടതിന്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ ശക്തനെ പരിഗണിക്കേണ്ടതില്ലേ? ശക്തനെ പരിഗണിക്കുമോ അല്ലെങ്കിൽ സ്പീക്കറാക്കുമോ? കാരണം മുൻപ് സ്പീക്കറായിരുന്ന ഒരു അദ്ദേഹത്തിന് അതിനെ ഒരു മുൻപരിചയമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രാതിനിധ്യത്തെ അങ്ങനെ മനസ്സിലാക്കാം. പിന്നീട് ലത്തീൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് ആരെങ്കിലും കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ M വിൻസെന്റിന്റെ പേര് പരിഗണിക്കേണ്ടി വരും. പക്ഷെ അവിടെയും ചോദ്യങ്ങളുള്ളത് ഈ ജില്ലകളുടെ പരിഗണന എങ്ങനെയാകും എന്നുള്ളതാണ് അജിംസ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് വലിയ തേരോട്ടം ഉണ്ടായ സ്ഥലമാണ്. ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായ വേവ്, UDFന് അനുകൂലമായ വേവാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആരെങ്കിലും പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം, കോഴിക്കോട് ജില്ലയെ പരിഗണിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ജില്ലാ പ്രാതിനിധ്യം അതിനകത്തൊരു പ്രശ്നമായിട്ട് വരികയാണ്. ഘടകകക്ഷികൾക്കൊക്കെ അവിടെ ഇവിടെ മന്ത്രിമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഈ പറയുന്ന പ്രാതിനിധ്യങ്ങളെ പൂർണ്ണമായി ഒഴിച്ചു നിർത്താൻ കഴിയില്ല. സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി അവർക്ക് നോക്കി മാത്രമേ മന്ത്രിസഭ കോഴിക്കോട് ജില്ലയെ പരിഗണിച്ചാൽ തന്നെ സേഫ്, കോഴിക്കോട് ജില്ലയെ പരിഗണിച്ചാൽ തന്നെ ഭൂരിഭാഗം MLA മാരും ഫസ്റ്റ് ടൈം MLA മാരാണ്. അതെ, ഫസ്റ്റ് ടൈം MLA മാരാണ്. പക്ഷെ കോഴിക്കോട് ജില്ല എങ്ങനെ പരിഗണിക്കാതിരിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അജിംസ്. അത് കോഴിക്കോട് ജില്ല വലിയ നേട്ടം ഉണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ മന്ത്രിമാരില്ലാതെ പോയി കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കില്ല എന്നുള്ളൊരു പ്രസക്തമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, ഘടകകക്ഷികളുടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, വകുപ്പുകൾ തീരുമാനിക്കുന്നതെന്ന് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമൊന്നും അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അവരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടലുണ്ട്. പക്ഷേ ഇത് ഈ ജില്ലാ പ്രാതിനിധ്യം, അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങൾ, ഇത് ഈ 11 പേരിൽ ഒതുങ്ങി നിന്ന് ഇതെല്ലാം ചെയ്യണം കോൺഗ്രസിന്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഇപ്പോഴും ഉണ്ട്. മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 പേരുമാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് UDFന്റെ നേതാക്കന്മാരും കോൺഗ്രസും എല്ലാം ഉള്ളെങ്കിലും ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ കുറച്ച് മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ CPM ആണ് എന്നുണ്ടെങ്കിൽ അവർ ചർച്ച ചെയ്ത ആ വിഷയം പരിഹരിച്ച് വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പോലും നമ്മൾ കണ്ടതാണ്. 11 ദിവസമൊക്കെ
എടുത്തു. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്കുള്ള തർക്കത്തിലേക്ക് ഇനി കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ചില നേതാക്കന്മാർക്കുണ്ട്. പക്ഷെ അവർ പുറത്ത് പറയുന്നത് ഞങ്ങൾ വേഗത്തിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് വകുപ്പ് നൽകും? രമേശ് ചെന്നിത്തലയുമായി രാവിലെ സംസാരിച്ച ഒരാളോട് പറഞ്ഞൊരു കാര്യം ഞാൻ അജംസിനോട് സൂചിപ്പിക്കാം. ഞാനില്ല മന്ത്രിസഭയിലേക്ക് എന്നുള്ള നിലപാട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് ആ വാക്കുകളിൽ നിന്ന് പ്രകടമായത്. അത് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് ഒരുപക്ഷെ ഒരു സമ്മർദ്ദതന്ത്രമാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഒരു ആഭ്യന്തര വകുപ്പ് കിട്ടാൻ വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രം ആണോ, കൂടെ ഉള്ളവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ ആവശ്യം? അൻവർ സാദത്തിന്റെ പേര് പറയുന്നു. അൻവർ സാദത്തിന്റെ പേര് പരിഗണിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ സാമുദായിക സമവാക്യങ്ങൾ ഇതിനെല്ലാം യോജിച്ച് വരണം. അങ്ങനെ ഒരു പരിഗണനയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ കെ സി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും കെ സി പിടിവിട്ടിട്ടില്ല. അതിനകത്ത് മന്ത്രിസഭയിലുള്ള പിടിവിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരിൽ ഭൂരിപക്ഷവും തനിക്ക് വേണം എന്നുള്ള നിലപാട് കെ സി ആവർത്തിക്കുന്നുണ്ട്. കെ സി പറയുന്ന പോലെ പിച്ചു ചീന്തുകയൊന്നും അല്ല കേട്ടോ, ഇത് വസ്തുതകൾ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു 6 മന്ത്രിസ്ഥാനവും 7 അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മന്ത്രിമാരുടെ പേരുകൾ അടക്കം അദ്ദേഹത്തിന്റെ ആലോചനയിൽ ഉണ്ട്. ഇപ്പോൾ AP അനിൽകുമാറൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എന്തായാലും വരും, ആ പ്രാതിനിധ്യത്തിന്റെ പേരിൽ അദ്ദേഹം എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ആശയക്കുഴപ്പങ്ങൾ അത് ഉച്ചയോടുകൂടി ഈ പ്രശ്നം ഈ മന്ത്രിസ്ഥാന ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിക്കുമെങ്കിലും മറ്റേ പ്രശ്നം കോൺഗ്രസിനുള്ളിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺഗ്രസിനുള്ളിലെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അത് തീരില്ല. അത് ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടിയോ നാളേക്ക് അത് വലിയ ചർച്ച അതിനകത്ത് വേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ പ്രശ്നം കോൺഗ്രസിന് പരിഹരിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അജിംസ്.